തിരുവനന്തപുരം നഗരമധ്യത്തിൽ വെച്ച് 18 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലാകാനുണ്ടായിരുന്നത് മുഖ്യപ്രതിയും കൂട്ടുകാരുമായിരുന്നു. മുഖ്യപ്രതി ജോബി എന്ന് വിളിക്കുന്ന അജിനടക്കം ഇന്ന് 5 പ്രതികളാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് കീഴടങ്ങിയത്. കീഴടങ്ങിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം തൈക്കാട്ടെ ശാസ്താ ക്ഷേത്രത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരാഴ്ച മുൻപാണ് 2 ക്ലബ്ബുകൾ തമ്മിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ വാക്കേറ്റമുണ്ടാകുന്നു. ആ വാക്കേറ്റം വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. കുട്ടികൾ തമ്മിലാണ് സംഘർഷമുണ്ടാകുന്നത്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. ആ സംഘർഷം വരും ദിവസങ്ങളിലും വർദ്ധിച്ചു. അങ്ങനെ കുട്ടികൾ തമ്മിൽ ഒത്തുതീർപ്പിനു വേണ്ടി ചില മുതിർന്നവർ ഇടപെടുന്നു. അവർ കുട്ടികളോട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു, ഒത്തുതീർപ്പിനു വേണ്ടി. ആ ഒത്തുതീർപ്പിനൊടുവിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഒത്തുതീർപ്പിനു വേണ്ടിയാണ് മുതിർന്നവരും കുട്ടികളുമടക്കം 30ഓളം പേർ ഈ കാണുന്ന സ്ഥലത്തേക്ക് സംഭവ ദിവസം എത്തിയത്. ഒത്തുതീർപ്പിനു വേണ്ടി തന്നെയാണ് 18 വയസ്സായ അലനും എത്തിയത്. സംസാരിച്ചു തുടങ്ങി. തന്റെ സുഹൃത്തിനെ സംസാരിക്കുന്നതിനിടയിൽ തടഞ്ഞുവെച്ചവരോട് അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് അലൻ ആവശ്യപ്പെട്ടു. അതായിരുന്നു എല്ലാറ്റിന്റെയും പ്രകോപനം. ആ പ്രകോപനത്തിനൊടുവിലാണ് അലന്റെ ഇടനെഞ്ചിലേക്ക് മൂർച്ചയുള്ള ഒരു ആയുധം അവിടെ നിന്നവരിലൊരാൾ കുത്തിക്കയറ്റിയത്. അലൻ ഇവിടെ പിടഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ രക്ഷിക്കാനായില്ല. കേസിൽ ആകെ 8 പ്രതികൾ. ഇതിൽ 6-7 പ്രതികളായ സന്ദീപും അഖിലേഷും നേരത്തെ തന്നെ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതിൽ സന്ദീപ് ആകട്ടെ കാപ്പ ചുമത്തപ്പെട്ട് നേരത്തെ ശിക്ഷ അനുഭവിച്ച വ്യക്തിയും. എന്നാൽ മുഖ്യപ്രതി അടക്കമുള്ളവർ അപ്പോഴും പുറത്തായിരുന്നു. ഇന്ന് അലന്റെ നെഞ്ചിൽ മൂർച്ചയുള്ളൊരു ആയുധം കൊണ്ട് കുത്തിയിറക്കിയ അലനടക്കമുള്ള 5 പ്രതികൾ കോടതിക്ക് മുൻപാകെ കീഴടങ്ങി. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ഇനി കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുക.